ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തണ്ണിമത്തൻ കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കിയാലോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആ തണ്ണിമത്തൻ്റെ ഈ ചുവപ്പ് നമ്മൾ കഴിക്കാറില്ലേ, അതിനുശേഷം ബാലൻസ് വരുന്ന ഭാഗം കൊണ്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആ വൈറ്റ് സൈഡാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഈ പച്ചത്തോട് നമുക്ക് ചെത്തിക്കളയുകയും വേണം. അപ്പോൾ ഇതാ ഇവിടെ പച്ചത്തോടൊക്കെ ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് നുറുക്കണം. ഇതുപോലെ നുറുക്കണം. അതിനുശേഷം നമുക്ക് ഒരു 1/2 കപ്പ് പരിപ്പ് കൂടി എടുക്കണം ഈ കറി ഉണ്ടാക്കാനായിട്ട്. ഇനി പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഒപ്പം ഒരല്പം വേപ്പിലയും 2 പച്ചമുളകും ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒരു 2 വിസിലോ 3 വിസിലോ വരുന്ന വരെ വെക്കുക. പരിപ്പിൻ്റെ വേവനുസരിച്ച് ഇപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവിയെല്ലാം പോയതിന് ശേഷം വേണം കുക്കർ തുറക്കാനായിട്ട്. ഒരുവിധം പരിപ്പ് അടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ ബാലൻസ് പോർഷൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാനിവിടെ മുരിങ്ങാക്കോല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഒരല്പം ഉപ്പ് കൂടി ചേർത്തു. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുക. വെള്ളം ഉണ്ടെങ്കിൽ ചേർക്കണ്ട, വെള്ളം ഇല്ലാത്തതാണ് ഞാൻ ഇവിടെ ചേർത്തത്. ഒരു വിസിൽ വരുന്നത് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് അടുത്ത അടപ്പിൽ ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും എണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയാണ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് പൊട്ടിക്കുക. ആവശ്യമെങ്കിൽ മാത്രം ഉലുവ കൂടി ചേർക്കാം. ഞാനിവിടെ ഉലുവ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണ താളിക്കുന്ന പോലെ തന്നെ വേപ്പില, അതിനുശേഷം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും, ഞാനിവിടെ ഒരു 3-4 വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം, പെട്ടെന്ന് അത് മുരിയാനായിട്ട്. ഇനി അതേസമയം തന്നെ അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ അത് മുളക് ചേർക്കുമ്പോൾ അപ്പം തന്നെ തീ ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. ഞാനിവിടെ വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തണ്ണിമത്തൻ, പരിപ്പ്, അതേപോലെ തന്നെ മുരിങ്ങാക്കോല് ഇതെല്ലാം വേവിച്ചത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിൽ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കുക. അതേപോലെ എല്ലാം നന്നായിട്ട് വെന്തോന്നൊക്കെ നോക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും തണ്ണിമത്തൻ്റെ ആ ഇതിന് ഒരല്പം കൂടി വേവുള്ളതായിട്ട് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒന്നുകൂടി വേവിക്കാൻ വെച്ചു. ഈ സമയം കൊണ്ട് നമുക്ക് ഒരല്പം തേങ്ങ, ഒരു മുറിയുടെ ഒരു 1/4 തേങ്ങ, അതുപോലെ ഒരല്പം ചെറുജീരകം, അതുകൂടാതെ 2 വെളുത്തുള്ളി ഇത് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഞാൻ ആദ്യം വെള്ളം ചേർക്കാതെ അടിച്ചത്, ഇത് കണ്ടില്ലേ. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഞാൻ സാധാരണയായിട്ട് തേങ്ങ കൊത്തി എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം വെള്ളം ചേർക്കാതെ അരച്ചത്. ഇനി ഈ ഒരു കൂട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വരിക. ആ സമയത്ത് തന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ല എങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനും ശ്രദ്ധിക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറ് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി കുറുക്കി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് നിൽക്കണം. ഈ തിളയ്ക്കുന്ന നേരം കൊണ്ട് തണ്ണിമത്തന് നന്നായിട്ട് വെന്ത് വന്നോളും. ഇപ്പോൾ നന്നായിട്ട് തണ്ണിമത്തനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ താളിച്ച് വെച്ച കൂട്ട് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. എന്തിനാണെന്ന് വെച്ചാൽ കറിയിൽ ഈ എരിവൊക്കെ കയറി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 1 മിനിറ്റ് കൂടി നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും ഉപ്പും എല്ലാം ഉണ്ടോയെന്ന് നോടി ഒന്ന് നാവിൽ വെച്ച് നോക്കാനും മറക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും.